ഇപ്പോൾ ലഭിച്ച ഒരു വാർത്തയിലേക്ക്. സീരിയൽ നടൻ ദിലീപ് ശങ്കർ മരിച്ച നിലയിൽ തിരുവനന്തപുരത്തെ ഹോട്ടലിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. പോലീസ് ഹോട്ടൽ മുറിയിൽ പരിശോധന നടത്തുന്നു. ഗോപാൽ ശിലാസനൽ വിശദാംശങ്ങൾ നൽകും. ഗോപാൽ, വലിയ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്ത. എപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്? എന്താണ് സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം? സൈഫുദ്ദീൻ ദീർഘനാളുകളായി സിനിമ സീരിയൽ മേഖലയിൽ പ്രത്യേകിച്ച് മിനി സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ് എറണാകുളം സ്വദേശിയായ ദിലീപ് ശങ്കർ. ഇപ്പോൾ വലിയ റേറ്റിംഗ് ഉള്ള, വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന പല ഒരു സീരിയലിൻ്റെ പ്രധാന കഥാപാത്രം അഭിനയിച്ചിരുന്ന അദ്ദേഹമായിരുന്നു. അതിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അതിൻ്റെ ഷെഡ്യൂൾ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് നടന്നു വരികയായിരുന്നു. ആ ഷൂട്ടിങ്ങിന് ശേഷം 27-ാം തീയതി വരെ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം ബ്രേക്ക് ആയിരുന്നു. ആ ബ്രേക്കിന് ശേഷം ഈ 2 ദിവസമായിട്ടും അദ്ദേഹത്തിൻ്റെ വിവരമൊന്നും ഇല്ലാതായതോടുകൂടി ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചപ്പോഴും ഒന്നും ലഭിക്കാതായതോടുകൂടിയാണ് അദ്ദേഹം റൂമെടുത്ത് താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് അദ്ദേഹം അഭിനയിക്കുന്ന സീരിയലിൻ്റെ അണിയറ പ്രവർത്തകർ എത്തിയത്. അവിടെ നിന്ന് പോലീസിനെ അടക്കം വിവരം അറിയിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ അദ്ദേഹം മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയത്. ആ സീരിയലിൻ്റെ സംവിധായകൻ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പ്രാഥമിക വിവരം? എന്താണ്? പുള്ളി ഒരു 5 ദിവസമായിട്ട് നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. പുള്ളി എറണാകുളത്താണ് പുള്ളിയുടെ വീട്. അപ്പം കഴിഞ്ഞ 2 ദിവസം 2 ദിവസത്തിന് മുമ്പാണ് നമുക്ക് വേണ്ടി വന്ന് വർക്ക് ചെയ്തത്. അതിനുശേഷം തുടർന്നുള്ള വർക്കിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 2 ദിവസം നമുക്ക് വർക്കില്ലായിരുന്നു. അങ്ങനെ ആണ് ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു പുള്ളി 2 ദിവസവും നമ്മുടെ ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു പുള്ളിയെ. അപ്പം പുള്ളി ഫോൺ എടുക്കുന്നില്ല. പുള്ളി അങ്ങനെ ഫോൺ എടുക്കാത്തൊരു പ്രകൃതം ഉണ്ട് പുള്ളിക്ക്. പിന്നെ നമ്മൾ വർക്കിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് നേരിട്ട് വന്ന് വിളിച്ചുകൊണ്ട് പോവുക ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസവും വർക്കില്ലാത്തതുകൊണ്ട്, ഫോൺ എടുക്കാത്തതുകൊണ്ട് നമ്മൾ ഫോണിൽ മാത്രമേ ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ നമ്മൾ 2 ദിവസം ഫോൺ എടുക്കാത്തതുകൊണ്ട്, ഇന്ന് പുള്ളിക്ക് വർക്കില്ലെങ്കിൽ പോലും നമ്മുടെ കൺട്രോളർ വന്നിട്ട് നേരിട്ട് സംസാരിക്കാനായിട്ട് വന്നപ്പോഴാണ് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് പിന്നെ ഒരു റൂമിൽ നിന്നൊരു സ്മെല്ല് വരുന്നുണ്ട് എന്നുള്ളൊരു ഫീല് വന്നു. അങ്ങനെ പിന്നെ ഹോട്ടലിലെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. പോലീസ് വന്നിട്ടാണ് തുറന്നത്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചന, പുള്ളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്ക് എന്തോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു കൃത്യമായിട്ട് അറിയാം. എനിക്കത് ഉണ്ടായിരുന്നറിയാം. എന്താ പ്രശ്നം എന്നുള്ള അറിയില്ല. എനിക്ക് കരൾ സംബന്ധമായിട്ട് എന്തോ അസുഖമായിരുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണെന്നും അറിയാം പുള്ളി. പക്ഷേ അത് പലപ്പോഴും കെയർ ചെയ്യാത്ത പോലെയാണ് നമ്മൾക്ക് കണ്ടിട്ടുള്ളത്. നമ്മൾ കാണുമ്പോഴൊക്കെ നമ്മൾ പുള്ളിയോട് വളരെ കാര്യമായിട്ട് പറയുമായിരുന്നു. മരുന്നിൻ്റെയൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറയുമായിരുന്നു. അത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഈ സ്മെല്ലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങൾ പഴക്കമുണ്ടാകേണ്ടതല്ലേ? അത് പിന്നെ 2 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ പോലീസുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. എനിക്ക് തോന്നുന്നത് നമ്മൾ 2 ദിവസം മുമ്പ് നമ്മുടെ ലൊക്കേഷനിൽ വന്ന് വർക്ക് ചെയ്തതിന് പോയതിന് ശേഷം ആയിരിക്കാം സംഭവിച്ചത്. ശരിക്കും ഇവിടെ റൂം എടുത്തു കൊടുത്തത് നമ്മളാണോ, നമ്മുടെ സീരിയലുമായി ബന്ധപ്പെട്ട? അതെ, നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയാണ് റൂം എടുത്ത് കൊടുക്കുന്നത്. എന്നാണ് ഇവിടെ റൂം എടുത്തത്? ഒരു 4-5 ദിവസമായിട്ടുണ്ട്. 4-5 ദിവസമായിട്ടുണ്ടെന്നാണ് എൻ്റെ. അതായത് ഒരു ക്രിസ്മസ് ദിവസത്തിനോടനുബന്ധിച്ച് മുന്നേ ആ ദിവസങ്ങളിലൊക്കെ വർക്കുണ്ടായിരുന്നു നമുക്കിവിടെ. അവസാനമായി എന്നാണ് ദിലീപിനെ കണ്ടത്? 2 ദിവസം മുമ്പാണ്. 2 ദിവസം മുമ്പ് ലൊക്കേഷനിൽ വരുമ്പോഴാണ് ഞാൻ കണ്ടത്. അത് 27-ാം തീയതി. അന്നും പുള്ളിക്ക് ശാരീരികമായിട്ട് സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പുള്ളിയുടെ പോർഷൻസ് എടുത്ത് പുള്ളിയെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പോയി റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഇതിപ്പോൾ മറ്റ് ആത്മഹത്യ അങ്ങനെയുള്ള സൂചനകളൊന്നും പോലീസ് നൽകുന്നില്ലല്ലോ? ഇല്ല, അങ്ങനെയുള്ള ഇതില്ല. ഈ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണെന്നാണ് പോലീസും സംസാരിച്ചത്.